ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം മുൻദിരി തൻ്റെ അത്തർഗീബ് വ തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നയാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവിക സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ചരിത്രം പറയാണ്. അബദ റജുലുൻ ഫീ സൗമാഅത്തിഹി 60 സന. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യൻ, നിങ്ങളുടെ പൂർവ്വ സമുദായത്തിലുണ്ടായ ഒരു മനുഷ്യൻ 60 വർഷക്കാലം അദ്ദേഹം തൻ്റെ സൗമഅത്ത് എന്ന് പറഞ്ഞാൽ മഠം, ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കുന്ന ഇടത്തിനാണ് സൗമാഅത്ത് എന്ന് പറയുക. മുൻകാലങ്ങളിൽ മുൻ സമുദായങ്ങളിൽ അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. പ്രത്യേകമായ ഒരു ഇടമുണ്ടാക്കി അവിടെ പോയി ആരാധനയ്ക്ക് വേണ്ടി മാത്രം കഴിഞ്ഞുകൂടുക, ആരുമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു പ്രത്യേകമായ ഒരു ഇടമുണ്ടാക്കി, ഒരു സൗമാഅത്ത് ഉണ്ടാക്കി അതിനകത്തിരുന്ന് ആരാധന നടത്താൻ 60 വർഷം അതിനകത്ത് അദ്ദേഹം ഇരുന്ന് പുറത്തിറങ്ങിയിട്ടില്ല. മനുഷ്യരുമായി ബന്ധപ്പെടാതെ ആരാധനയ്ക്ക് വേണ്ടി ചെലവഴിച്ചു 60 വർഷക്കാലം. 60 വർഷം കഴിഞ്ഞപ്പോ ഫനസലത്ത് ഇംറഅത്തുൻ ഇലാ ജംബി സൗമാഅത്തിഹി, ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തിന്റെ ഈ സൗമാഅത്ത് കൂടാരത്തിന്റെ അടുക്കൽ താമസം തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ, കനകം മൂലം കാമിനി മൂലം മനുഷ്യനാണ് അദ്ദേഹം ആ സ്ത്രീയിൽ ആകൃഷ്ടനായി. 60 വർഷം ഒരു തെറ്റിയാത്ത മനുഷ്യൻ, ആരാധനയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യൻ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം പെട്ടുപോവുകയാണ്. ആ സ്ത്രീയോടൊപ്പം അദ്ദേഹം താമസമാക്കി 6 ദിവസം താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി. ഞാൻ തെറ്റിപ്പോയല്ലോ, വഴിതെറ്റിപ്പോയല്ലോ എന്നുള്ള ബോധം അദ്ദേഹത്തിന്റെ. അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങി ഓടി ഒരു പള്ളിയിൽ അഭയം പ്രാപിച്ചു. ആ പള്ളിയിലിരുന്ന് അദ്ദേഹം ഇങ്ങനെ കരയാണ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. പശ്ചാത്തപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ 3 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കണ്ട് ഒരാൾ കൊണ്ടുപോയി റൊട്ടി മനുഷ്യന് കൊടുത്തു, ഒരു റൊട്ടി. ആ റൊട്ടി അദ്ദേഹം 2ആയി ഭാഗിച്ചിട്ട് തന്റെ അടുത്തിരുന്ന 2 പേർക്ക് കൊടുത്തു, ഇടത്തും വലത്തും ഇരുന്ന 2 ആളുകൾക്ക് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞ ഉടനെ ആ മനുഷ്യന്റെ അടുക്കൽ മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തെ മരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, ആ മനുഷ്യനെ അല്ലാഹു തആല മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. ആ മനുഷ്യനെ വിചാരണ ചെയ്തു. ആ മനുഷ്യന്റെ അമലുകൾ തൂക്കാൻ തീരുമാനിച്ചു. 60 വർഷത്തെ ഇബാദത്ത് ഒരു തട്ടിൽ വെച്ചു. 6 ദിവസം ആ സ്ത്രീയോടൊപ്പമുള്ള ജീവിതം മറ്റൊരു തട്ടിലും വെച്ച് നന്മ തിന്മകൾ തൂക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ 6 ദിവസത്തെ ആ സ്ത്രീയോടൊപ്പമുള്ള ജീവിതത്തിനാണ് കനം കൂടുതൽ. 60 വർഷത്തെ ഇബാദത്തിന് ഒരു കനവുമില്ല. നമ്മൾ ആലോചിക്കുന്ന മനുഷ്യന്റെ പരാജയം എപ്പോഴാണ് തെറ്റിപ്പോകുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കെ ഇയാള് മരണസമയത്ത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇയാൾ ചെയ്ത റൊട്ടി, സദക്ക ചെയ്ത ആ ധർമ്മം, അത് കൊണ്ടുവന്ന ആ റൊട്ടി ഈ 60 വർഷത്തെ ഇബാദത്തിന്റെ കൂടെ വച്ചപ്പോൾ അതിന് കനം കൂടിയെന്ന. 60 വർഷത്തെ ഇബാദത്തിനേക്കാൾ കനം കൂടിയത്, ആ തട്ടിന് ഭാരം കൊടുത്തത് അവസാനം നരകം, ഈ മരണത്തിന് മുമ്പ് അയാൾ ചെയ്ത ഒരു റൊട്ടി ധർമ്മം ചെയ്ത ധർമ്മമാണ്. ഈ സംഭവം നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്, സദക്ക എന്നുള്ളത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മൾ പലപ്പോഴും അതിനെ വളരെ ലാഘവത്തോടെ കാണാറുണ്ട്. ഞാനിപ്പോൾ ഒരു 50 രൂപ കൊടുത്തിട്ട് എന്താകാനാണ്, 100 രൂപ കൊടുത്തിട്ട് എന്താകാൻ, അങ്ങനെയല്ലത്. നമ്മുടെ ഇബാദത്തുകളെക്കാളെല്ലാം ഒരുപക്ഷെ നമ്മളെ പരലോകത്തിൽ രക്ഷിക്കുന്ന നമ്മൾ ചെയ്യുന്ന സദക്കകളായിരിക്കും. സദക്ക അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിന്റെ ഗുണങ്ങളിൽ പറഞ്ഞ കൂട്ടത്തിൽ വിശ്വാസം പറഞ്ഞത്, തുത്ഫിഉ ഗളബർ റബ്ബി, റബ്ബിന്റെ കോപത്തെ അണച്ചു കളയുന്ന. റബ്ബിന് നമ്മളോട് ദേഷ്യമുണ്ടെങ്കിൽ നമ്മുടെ സദക്ക ആ ദേഷ്യത്തെ അണച്ചു കളയും. റബ്ബിന് നമ്മളോട് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം മാറാനുള്ള വഴിയാണ് സദക്ക. ദേഷ്യം മാറിയാൽ പിന്നെ റബ്ബിന് ഇഷ്ടം വരും. ഖബറിലെ അദാബിനെ കുറയ്ക്കാൻ സദക്ക ഉപകരിക്കും. നരകത്തിന്റെ ചൂട് കുറയ്ക്കാൻ സദക്ക ഉപകരിക്കും. അസ്സദഖത്തു റദ്ദുൽ ബല, അപകടങ്ങൾ ഒഴിവാക്കാൻ സദക്ക ഉപകരിക്കും. അതുകൊണ്ടാണ് യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഒരു സദക്ക ചെയ്തിട്ട് യാത്ര തുടങ്ങണം, അപകടം ഒഴിവായിക്കിട്ടും. രാവിലെ നമ്മൾ കട തുറന്ന് കച്ചവടം തുടങ്ങി, ആദ്യം കിട്ടുന്ന കൈനീട്ടം അതൊരു സദക്കയാക്കി മാറ്റണം. കഴിഞ്ഞ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ കടകളിലൊക്കെ എത്തിങ്ങാനിയുടെ പള്ളിയുടെ ഒക്കെ ഒരു ടിന്ന് സൂക്ഷിക്കും. അതിനകത്തേക്ക് ആദ്യം കിട്ടുന്ന ഒരു തുക അതിലേക്ക് ഇടും. അന്നൊന്നും വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല, ഇതുപോലെ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളതൊക്കെ കളഞ്ഞു. ഇന്നത് എളുപ്പം കൂടിയാണ്. രാവിലെ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഒരു ദിവസം രാവിലെ നമ്മൾ ആരംഭിക്കേണ്ടത് ഒരു സദക്ക കൊണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു സദക്ക ആർക്കെങ്കിലും കൊടുത്തുകൊണ്ട് ആരംഭിക്കുക. വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ ഒരു കാര്യപ്പെട്ട സദക്ക, 7 ദിവസം കൊടുക്കുന്നതിൽ ഏറ്റവും കാര്യപ്പെട്ട ഒരു സദക്ക വെള്ളിയാഴ്ച നമ്മൾ കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കളയും. ഖബറിൽ അല്ലാഹു പ്രകാശം ഉണ്ടാക്കും. നരകത്തിൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.